പെണ്ണിന്റെ അടയാളം ശിമക്കുന്ന് പച്ചരി ചോറുണ്ട് ചെമ്മീൻ ചാറുമുണ്ട് ചേട്ടൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ പറ്റുമ്പോൾ സന്തോഷത്തോടെ കൊടുക്കാല്ലേ. നല്ല നൊത്തോലി. ഫ്രണ്ട്സ്, മിക്കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയതുറ കടപ്പുറമാണ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ട്രിവാൻഡ്രം തന്നെയാണ്. ട്രിവാൻഡ്രവും കൊല്ലമാണ് കൂടുതലായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോസിൽ ഇടുന്നത്. കൂടുതലായിട്ട് ഫിഷായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസുകളും ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലാണ് ഇടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇഷ്ടംപോലെ മത്സ്യത്തൊഴിലാളികളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇഷ്ടംപോലെ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ഒരു സ്പോട്ടാണ് വലിയതുറ. ആ വലിയതുറയിൽ ഒരു ചെറിയ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ സൈഡിൽ ഇഷ്ടംപോലെ വേസ്റ്റുകളും അതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള തിരമാലകളുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. സോ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചേട്ടനാണെങ്കിൽ ഇതൊക്കെ ഉണ്ട്, ഒരു മണൽത്തിട്ടയുടെ മുകളിൽ നിന്നിട്ടാണെങ്കിൽ ഫിഷിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ആ വലിയതുറ പാലം തകർന്ന് നടക്കുന്നുണ്ട്. വലിയതുറ പാലം തകർന്ന് നടക്കുന്നത് നമുക്ക് കാണാം. അതിശക്തമായിട്ടുള്ള തിരമാലകൾ, നല്ല രീതിയിൽ നല്ല അതിശക്തമായിട്ടുള്ള തിരമാലകൾ നമുക്ക് ഇവിടെ നിന്ന് അനുഭവിച്ചറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇവിടെ വന്നിട്ടാണെങ്കിൽ കുറേ ചേച്ചിമാരോട് ഇരിപ്പുണ്ട്. നമുക്കത് ഈ ഒരു ചേച്ചിയുടെ അടുത്താണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ചേച്ചി പേരെങ്ങനെയാണ്? ഏലിയാമ്മ. എന്തൊക്കെ മീനുണ്ട്? നൊത്തോലിയുണ്ട്. പൊതുവെ റേറ്റ് ഒക്കെ എങ്ങനെ വരും? ഓക്കെ, ഈ മീനൊക്കെ എവിടെന്നാ സംഭവം? നമ്മുടെ കടപ്പുറത്തുള്ള മീൻ തന്നെ. ആൾക്കാർ ഇവിടെ വെള്ളം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് വിഴിഞ്ഞത്ത് പോകും. നമ്മുടെ വിഴിഞ്ഞത്ത് കടപ്പുറം കടപ്പുറമുണ്ട്. മീൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് വിളിച്ചു കൊടുക്കും. ഇല്ലെങ്കിൽ അവര് വരാൻ പറ്റിയില്ലെങ്കിൽ വിളിച്ച് പറയുമ്പോൾ നമ്മൾ പോയി എടുത്തോണ്ട് വരും. ഓക്കെ, ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലാണ് സാധാരണ മീൻ നമുക്ക് നല്ല രീതിയിൽ ഇപ്പം കിട്ടുന്നത്? മീനെ കുറച്ചെങ്കിൽ പറയാൻ പറ്റുള്ളൂ അല്ലേ? കടൽ ഈ കാറ്റും കടലിലൊക്കെ മീൻ എപ്പോഴും കിട്ടുമെന്ന് പറയാൻ പറ്റൂല. ഓക്കെ, പൊതുവെ ഇങ്ങനെ ആൾക്കാരൊക്കെ ഇപ്പൊ മീനൊക്കെ മേടിക്കാനൊക്കെ വരുന്നുണ്ട്. മുമ്പത്തെ മറ്റേ കപ്പലിന്റെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. അത് വെറുതെ അവന്മാര് പറഞ്ഞുണ്ടാക്കിയത്. വെള്ളക്കടത്തിരിക്കാൻ വേണ്ടി കാണിച്ച ആൾക്കാര് വല്ല തടികളെല്ലാം പിറക്കി എടുക്കുമെന്ന് പറഞ്ഞു. അതാണ് വിഷം എന്ന് പറഞ്ഞത്. ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കുഴപ്പമില്ല. ഞങ്ങളെല്ലാരും കഴിച്ചിട്ട് തന്നെ അവർക്കും കൊടുക്കുന്നത്. ഇപ്പോഴും ഈ തേട് കറക്കിക്കാൻ കൊടുത്തു വിട്ടിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇപ്പൊ വരും കിഴങ്ങും തേടുമായിട്ട് ഇപ്പൊ വരും തിന്നാൻ വേണ്ടി. എനിക്ക് തിന്നും. വീട്ടില് കൊണ്ടുപോയാ വീട്ടിൽ കൂട്ടാൻ വെക്കാൻ കൊടുത്തു. ഞാൻ അയില കൂട്ടാൻ വെച്ചു. നമ്മളെല്ലാം മീൻ തന്നെ തിന്നെ. നമുക്ക് വേറെ കള്ളപ്പളയൊന്നും ഇഷ്ടമില്ല. കിഴങ്ങ് മീനുകളും കഞ്ഞിയും മീന് പൊള്ളിച്ച് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. നമുക്ക് പാലും വേണ്ട, മുട്ടയും വേണ്ട, ഒന്നും വേണ്ട. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കിലാണ്. നമുക്ക് ആ തിരക്ക് കഴിഞ്ഞതിന് ശേഷം അമ്മച്ചി വേറെ എന്തൊക്കെ മീനുകളുണ്ട്? ചാളമരലുണ്ട്. ഓക്കെ, അത് 15 200 രൂപ. 15 200 രൂപ. മീനൊക്കെ ഇവിടെ ഉള്ളത് വലിയതുറ തുറമുഖത്തുള്ളത്. വലിയതുറ മത്സ്യത്തൊഴിലാളി പിടിച്ചത്. അതിപ്പോ ഇവിടെ ഇപ്പൊ നമുക്ക് ബോട്ടൊന്നും വെള്ളമൊന്നും അടുപ്പിക്കാൻ പിടിക്കുന്നില്ല. വിഴിഞ്ഞ ഹാർബറിൽ പിടിക്കുന്നുണ്ട്. വലിയ തോർത്ത പെണ്ണുങ്ങളെ വിഴിഞ്ഞ ഹാർബറിൽ പോകുന്നു. 9000 രൂപ ഒരു കുട്ടയ്ക്ക് കൊടുക്കുന്നു. വാങ്ങി 500 രൂപ ആട്ടയ്ക്ക് കൊടുത്ത് വലിയതുറ തുറമുഖത്ത് കൊണ്ടുവരുന്നത് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് എല്ലാം കൊടുക്കുന്നു. പൊതുവെ ഇപ്പം കച്ചവടക്കാർക്ക് എല്ലാം ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ. ഈ കടമ്പ 9000 രൂപയ്ക്ക് എടുത്തപ്പോ വിറ്റത് 4700 രൂപയാണ്. 3000 രൂപ നഷ്ടമാണ്. സത്യമാണ് ഈ പള്ളി. സത്യം എനിക്ക് മാത്രമല്ല, എടുത്ത എല്ലാവർക്കും ഉണ്ട്. ഇപ്പൊ 2 കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. നമുക്ക് അങ്ങോട്ടൊരു 3-4 പേരുണ്ട്. ജസ്റ്റ് ഒന്ന് ചോദിക്കാം. മീനൊക്കെ ഉണ്ടോ? കുറവാണ്. എന്തൊക്കെ മീനുണ്ടായിരുന്നു ഇപ്പോ? അത് രണ്ടും വിറ്റ് തീർന്നല്ലേ? വിറ്റ് തീർന്ന്. അപ്പൊ ഓക്കെ, തീരദേശത്താണെങ്കിൽ ഭയങ്കര അതിശക്തമായിട്ടുള്ള കാടലാണെങ്കിൽ പണിക്കൊക്കെ പോകാനൊക്കെ പറ്റുന്നുണ്ടോ? രാവിലെ 4 മണിക്ക് ശേഷം. എങ്ങനെ അമ്മച്ചി മീനൊക്കെ ഉണ്ടോ? രാവിലെ ഇത്തിരി മാലാവ് ഉണ്ടായിരുന്നു. ഒരു കുട്ട വന്നിട്ട് 8500 8000 ഇങ്ങനെയാണ് വിറ്റത്. പിന്നെ ഒരു കുട്ട നൊത്തോലി വന്നിട്ട് 9000 രൂപ. 9000 നൊത്തോലി മേടിച്ച എങ്ങനെയാണ് വിൽക്കാൻ? ലാഭം വല്ലതും കിട്ടോ? എവിടെ ഇതാ കിടന്ന് വെള്ളം കോരി കിടക്കണം ഞങ്ങള്. പിന്നെ മുരന് 7000 രൂപ ഒരു കുട്ട. എത്ര എണ്ണം വരും അതില് പീസ്? 500 മുരലേ വരുള്ളൂ. 500 മുരളേ വരുള്ളൂ. അത് ചെറുതുകൊണ്ട് ഇത്തിരി സൈസ് ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് നമ്മള്
അത് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുമ്പോഴേക്ക് ആൾക്കാരെങ്ങനെ കച്ചവടക്കാര് 800 രൂപ ആട്ടയ്ക്ക് കൊടുക്കണം നമ്മൾ. ആട്ടയിൽ കൊടുക്കണം. ആട്ടക്കൂലി കൊടുത്താണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കണം. ആൾക്കാർ പറയണ നമ്മൾ പിടിച്ചു പറിക്കണം എന്നാണ് ഇവിടത്തെ പിടി. പക്ഷേ മീന് പൊതുവെ ഇല്ല എന്നുള്ളത് സത്യമാണ്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ മീനും എല്ലാം? കാരയാണ് വീട്ടില് കൊണ്ടുപോകാനാ? വീട്ടില് ഈ ഒരു കവറായിട്ട് മേടിക്കണ എത്ര രൂപ കൊടുക്കേണ്ടി വരും? 200 രൂപയുടെ മീനാണ്. നമ്മളെ കറിക്കണ്ട ഫ്രഷ് സാധനമായി ഈ കടപ്പുറത്ത് വിൽക്കുള്ളൂ. കണ്ട ചാളയും അയിലയും അല്ല ഫ്രഷ് മീനാ നമ്മൾ കൊടുക്കുകയുള്ളൂ. ഇവിടെ ഒരിക്കലും ഓൺലൈനിലോ ഒന്നിലും കൊടുക്കില്ല. ഫ്രഷ് മീൻ ഫ്രഷ് ഉണ്ടെങ്കിൽ മാത്രമേ സെയിലുള്ളൂ. ഐസ ഒന്നും ഇവിടെ കേറൂല. ഓക്കെ. ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കിലാണ്. അപ്പൊ നമുക്ക് ഇങ്ങോട്ട് പോവാം. ചേച്ചി മീനൊക്കെ ഉണ്ടോ? വളരെ കുറവ്. എന്തൊക്കെ മീനുണ്ട് ഇപ്പൊ? നെത്തോലി ഉണ്ട്. ഇതെങ്ങനെ ഒരു കൂറ്? ഒരു കൂറ് 100 രൂപ. ഇത് ഇത് ഇത്രയും എത്ര രൂപ? 3 300. ഇത് 1000 അല്ലേ? 5 1000. ഇത് കുറച്ച് വലിയ സൈസ് ആയതുകൊണ്ടാണല്ലേ? ഇത് എവിടത്തെ മീനാണ് ചേച്ചി? മീൻ എങ്ങനെ പൊതുവെ ഉണ്ടോ? മീനില്ല. വിലയും കൂടുതലുള്ള മീൻ ഭയങ്കര മീനിന്ന് 56 എണ്ണം ഉണ്ട്. 9000 രൂപ. ഓ, എങ്ങനെ ഇതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ വില ലാഭം വല്ലതും കിട്ടോ? ഇന്ന് എല്ലാവർക്കും ഇന്ന് 2000 രൂപ പോകും. 2000 രൂപ പോകും. വണ്ടി കൂലി 600 രൂപ. ശരി ശരി. മീൻ 9000. അപ്പൊ എത്ര രൂപ കണക്കൂട്ട്? നമ്മളിവിടെ വച്ചാൽ പോലെ 200 അതിന്റെ വേണ്ട. 200 പറഞ്ഞിട്ട് 200 രൂപയ്ക്ക് തരാം. ഒരു പീസ് 200 രൂപയ്ക്ക് തരാം. അവർക്ക് ഈ മീന് വേണ്ടെന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും? വില കൂടിയാ കടല് അത് ശക്തമായിട്ട് നിൽക്കുകയാണ്. പണിക്കൊക്കെ ഇവിടെ വള്ളങ്ങളൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലേ? എല്ലാം വിഴിഞ്ഞത്തും തന്നെയാണല്ലേ? ഓക്കെ. അതാ 3 അമ്മച്ചിമാര് ഇവിടെ ഒരു കുട്ട അയിലയും ചാളയൊക്കെ ഉണ്ടല്ലേ? എന്തൊക്കെ മീനുണ്ട്? മുരള്, നൊത്തോലി. ഓക്കെ. ഇതൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരും? എല്ലാം ഓരോ പങ്കും 100 രൂപ തന്നെയാണ്. ഇപ്പം കൊണ്ട് വെച്ചുള്ള മീന് കുറെ ഉണ്ടല്ലോ. ഇപ്പം കൊണ്ടുവന്നേ ഉള്ളു. ഇതൊക്കെ എങ്ങനെ വിറ്റ് തീക്കാൻ പറ്റുമോ? പൊതുവെ വില ഉണ്ടല്ലോ. ഇതിപ്പോ നല്ല വിലയാണല്ലോ. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്നവർക്കും വിലയാണ്, നിങ്ങൾ മേടിക്കുന്നതും വില തന്നെയാണ് അല്ലേ? ഓക്കെ. രാവിലെ ഒന്നും മീനൊന്നും കിട്ടിയില്ല? ഇതിപ്പോ വിഴിഞ്ഞത്ത് പോയി വാങ്ങിച്ചിട്ട് വന്നത്? ഓക്കെ. വലിയതുറയിൽ ഇഷ്ടംപോലെ സ്റ്റാളുകളുണ്ട്. പക്ഷെ എല്ലായിടം കാലിയാണ്. എല്ലാം കൂടെ ചേർത്ത് ഒരു 7 പേര് മാത്രമേ ഉള്ളൂ. ആ സൈഡൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള കടൽ തിര ഉള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പട്ടിശല്യമുണ്ട്. അമ്മച്ചി നൊത്തോലിയും ചാളയാണ് കൂടുതലും വെച്ചിരിക്കുന്നത്. എന്തൊക്കെ മീനുണ്ട് അമ്മച്ചി? നൊത്തോലിയും മുരളും ഉണ്ട്. ഓക്കെ. നൊത്തോലിക്ക് എങ്ങനെയാണ് കൂറ്? ഇതൊക്കെ 100 രൂപ. ഇതെല്ലാം 100 രൂപ തന്നെയാണ്. ഇതിപ്പോ മേടിച്ചിട്ട് വന്നതേ ഉള്ളോ? എവിടെ നിന്ന് മേടിച്ചിട്ട് വന്ന മീൻ? എങ്ങനെ പൊതുവെ വില ഉണ്ടോ? ഇപ്പോ വില കിട്ടാനുണ്ടോ? മീൻ കിട്ടാനുണ്ടോ? മീൻ കിട്ടാനില്ല. ഉള്ള മീന് നല്ല വിലയും. ഓക്കെ. അപ്പൊ അടുത്ത ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേച്ചിയാണെങ്കിൽ ഒരു കുട്ട നിറച്ചാണെങ്കിൽ നൊത്തോലി മേടിച്ചിട്ട് വന്നതാണ്. ഇത്രയും നൊത്തോലി മേടിച്ചപ്പോ എത്ര രൂപയായി? വെറും 6000 രൂപ ഉള്ളു. അത് തന്നെ നല്ല റേറ്റ് ആണ്. അപ്പോൾ അതാ മീൻ ഇപ്പൊ മേടിച്ചിട്ട് വന്നാണ്. ഇതിപ്പോ എവിടെ നിന്ന് മേടിച്ചിട്ട് വന്ന? വിഴിഞ്ഞത്ത് നിന്ന് ലേലം വിളിച്ച് മേടിച്ചിട്ട് വന്നത്. നിങ്ങൾ എല്ലാരും ഈ സമയത്താണ് വിഴിഞ്ഞത്ത് നിന്ന് ലേലം വിളിച്ചിട്ട് വരുന്നത്? രാവിലെ പോയി മീൻ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വരും. എന്നാന്ന് വെച്ചാൽ രാവിലെ തന്നെയാണ് ഇവിടുത്തെ ഇച്ചിരി മാർക്കറ്റിൽ ആളുള്ളത്. എല്ലാം ജോലിക്കും പഠിക്കാനും എല്ലാത്തിനും അവരൊക്കെ വൈകിട്ട് ഒന്ന് മേടിക്കും. വൈകുന്നേരം കുറച്ച് എല്ലാ ആൾക്കാരും ഇല്ല. രാവിലെ മീൻ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സമയം മേടിച്ചിട്ട് വന്നത്. അതെ. ഓക്കെ. വേറെന്താ? ഇതൊക്കെ എങ്ങനെ റേറ്റ് ഒക്കെ എങ്ങനെ വരും? മുരളി ഇത് 200, ഇത് 100. ഓക്കെ. മുരളി 200. ഈ ഒരു കൂറ് വന്നിട്ട് ഇത് 2 കൂറല്ലേ? 2 പങ്ക് 200. ഇവിടെ 2 പങ്കാണ് ആക്ച്വലി ഉള്ളത്. ഇതിൽ വലിയ നൊത്തോലിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. നൊത്തോലിയൊക്കെ അതോടെ തന്നെ കൊടുക്കുന്നത്. നമ്മളങ്ങനെ തിരിഞ്ഞു മാറ്റിയൊന്നും കൊടുക്കുന്നില്ല. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് ഒരു ചേട്ടനുണ്ട്. ചേട്ടൻ്റെ കയ്യിൽ കുറച്ച് വെറൈറ്റി ഉണ്ട്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് മീനൊക്കെ? മാലാവ് എങ്ങനെ ഒരു ഇത് റേറ്റ്? ഇത് 4 500 അല്ലേ? ഓക്കെ. ഇത് സെയിം അല്ലേ? ഓക്കെ. ഇത് 500 തന്നെയാണ്. പിന്നെ നൊത്തോലിയൊക്കെ 100 രൂപ. ഇതിന്റെ പേരെന്താണ്? കോര. ഇത് സാധാരണ നമ്മൾ കറി വെക്കണ മീൻ തന്നെയാണ്. ഇത് പാരയാ? കാര ചെറുത്. ഇത് എത്ര വരും? 100 രൂപ. ഓക്കെ. ഇത് ഒറ്റ ഞണ്ട് എത്ര?
150 രൂപ 200 രൂപയ്ക്കുള്ളത്. ഓക്കെ ഓക്കെ. അപ്പം എങ്ങനെ പൊതുവെ മീനിൻ്റെ വിലയൊക്കെ എങ്ങനെയുണ്ട്? ഭയങ്കര വിലയാണ്. ഭയങ്കര വില ഇല്ല. ഏ പിന്നെ ഇവിടുത്തെ ഗവൺമെന്റ് ഇപ്പം പറയുന്നത് നവംബറോട് കൂടി ഇവിടെ ദാരിദ്ര്യ രേഖയ്ക്കുള്ള എല്ലാവരും നല്ല പ്രഖ്യാപിക്കാൻ പോണെന്ന് പറയുന്നത്. ഇവിടെ ദാരിദ്ര്യമായിട്ട് കിടക്കുന്ന ഞങ്ങളെ പോലുള്ളവർ ദാരിദ്ര്യത്തിലാണ് കിടക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് എന്തോന്ന് ഈ ഗവൺമെന്റ് ചെയ്ത് 10 വർഷം കൊണ്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇവിടുത്തെ ഫിഷറീസ് മന്ത്രി ആരാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. കാരണം ഫിഷറീസ് മന്ത്രി ആയിരുന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ റോഡ് പാലം ഒടിഞ്ഞ് വർഷങ്ങളായി. ഈ പാലം ഇടയ്ക്കൊന്ന് റിനോവേഷൻ ചെയ്തില്ല. ആ റിനോവേഷൻ ചെയ്തതിന് ശേഷമാണ് പാലം ഒടിഞ്ഞത്. ഓക്കെ, എന്തായിരിക്കും കാരണം? എന്തായിരിക്കും ഒടിഞ്ഞത് കാരണം എന്തെന്ന് പറഞ്ഞാൽ അതിനായിട്ടുള്ള നല്ല രീതിയിൽ അതിൽ പുതുക്കിയിട്ടില്ല. അതിനായിട്ടുള്ള ഉണ്ടായിരുന്ന സാമഗ്രികളെല്ലാം എടുത്തോണ്ട് അന്നിരുന്ന കേന്ദ്രമന്ത്രികളും ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം എടുത്തോണ്ട് പോയി. അവിടെ അത് MD ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഇതുകൊണ്ട് ഉപജീവന മാർഗമായി ഉപയോഗിക്കുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുണ്ട്. പാലത്തിൽ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്ന ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. ഇപ്പം പാടാണ്. ഇപ്പൊ എവിടെ ചെന്ന് ചെയ്യാൻ വേണ്ടി ഇപ്പോഴത്തെ ഗവൺമെന്റ് എല്ലാം മതിൽ കെട്ടുന്നത് പോലെ കല്ലുകളെല്ലാം അടുക്കി കെട്ടിയിട്ട് എവിടെയാണെന്ന് അറിയാമോ? പുത്തനാർ ഇപ്പൊ ഉണ്ട്. അവിടെയാണ് ഇപ്പൊ ഫ്ലാറ്റ് കൊടുക്കാൻ പോണെന്ന് പറയുന്നത്. ഈ ഫ്ലാറ്റ് കൊടുക്കുമ്പോ അവിടെ തന്നെ ചൂണ്ടയിട്ട് വെള്ളവും കൂടെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങളിങ്ങനെ മീൻ പിടിക്കാം. ഓക്കെ, അത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ചിട്ട് നഷ്ടപരിഹാരം അങ്ങനെ എന്തോ സംഭവം കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടിയായിരുന്നോ? ഇവിടെ ഒരു നഷ്ടപരിഹാരവും ഞങ്ങൾക്ക് മത്സ്യത്തൊഴിലാളികളുടെ കാര്യങ്ങൾ ഇതുവരെയ്ക്കും ഒന്നും ചെയ്തിട്ടില്ല. 1000 രൂപയും 6 കിലോ അരിയും കൊടുക്കുന്നെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒന്നും പ്രാബല്യത്തിലില്ല. ഞങ്ങൾ ചെന്ന് റേഷൻ കടയിലും അവിടെയും ചെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അങ്ങനെയുള്ള ഇവിടെ ഉള്ളവർക്കല്ല, എറണാകുളം ആലപ്പുഴ അവിടെ ഉള്ളവർക്ക് മാത്രമാണ്. ഇപ്പൊ ഇവിടെ ഉള്ളവർക്കൊന്നും അങ്ങനത്തെ ബുദ്ധിമുട്ടില്ലെന്നാണ് മുഖ്യമന്ത്രി. ഇല്ല, കാരണം എന്താന്ന് പറഞ്ഞാൽ മന്ത്രി വന്ന് നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. അപ്പൊ മന്ത്രി വന്ന് നോക്കണം എന്നുള്ളതാണ് നിങ്ങളുടെ ആവശ്യം. അയ്യോ, ഒരു ജനപ്രതിനിധി ആണെങ്കിൽ ജനങ്ങളവിടെ എല്ലാം ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ അറിയും. ഇത് അങ്ങനെയുള്ള ഒരു വ്യക്തിയും അല്ല. ഫിഷറീസ് മന്ത്രിയെ എനിക്ക് അറിഞ്ഞുകൂടാ. ഇത്രയും 9 വർഷം കൊണ്ട് ഭരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഫിഷ് ചെറിയ സ്റ്റാളുകളൊക്കെ ആണെങ്കിൽ കാലിയായിട്ട് കിടക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. അപ്പുറം സൈഡൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 20-25ഓളം സ്റ്റാളുകളാണെങ്കിൽ കാലിയായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ചേച്ചി മാത്രമേ കുറച്ച് മീനെ ഉണ്ടായിരുന്നതോളം ചേച്ചി സംഭവം വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ സ്കെയിൽസ്